നമസ്കാരം. അങ്ങനെ മഹീന്ദ്ര അവരുടെ സ്കോർപിയോ എൻ ഡി സെഗ്മെൻറ്റിലെ യഥാർത്ഥ SUV എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാഹനം മഹീന്ദ്ര സ്കോർപിയോ എന്നിൻ്റെ ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 13,69,000 രൂപയ്ക്കാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 സെപ്റ്റംബർ 22 വന്ന GST റിഫോംസ്, അത്തരത്തിലുള്ളൊരു ബെനിഫിറ്റ് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ഓട്ടോമൊബൈൽ ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ പതുക്കെ നീക്കി പഴയ വിലയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് കമ്പനികൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് മൈനർ ഫേസ് ലിഫ്റ്റുകളുമായിട്ട് ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സ്കോർപിയോ എൻ എന്ന് പറയുന്ന വാഹനത്തിന് കാര്യപ്രസക്തമായിട്ടുള്ള ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ഡിസൈൻ ലാംഗ്വേജിലല്ല, പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ വൈസ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മഹീന്ദ്രയുടെ തന്നെ തേർഡ് ജനറേഷൻ ലാഡർ ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇന്റേണലി അവർ വിളിക്കുന്ന Z101 എന്ന് പറയുന്ന കോഡ് നെയിമിൽ വന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത്. 6 സീറ്റിലും 7 സീറ്ററിലുമായിട്ട് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. വേരിയന്റിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം മഹീന്ദ്രയുടെ തന്നെ 4x4 ഓപ്ഷൻ ആയിട്ടുള്ള 4 എക്സ്പ്ലോർ എന്ന് പറയുന്ന വേരിയൻറ്റിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഡീസലിലും പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ജിൻബയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് വളരെ വാല്യുബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. 8 വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. Z2, Z4, Z6, Z8S, Z8, Z8T, പിന്നെ അഡാസിൻ്റെ പ്രൊവിഷനുള്ള ഒരു 6 സീറ്റിലും 7 സീറ്റർ വേർഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നമുക്ക് ആദ്യമേ തന്നെ ചേസിസിലേക്ക് നോക്കാം. ചേസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് നിലവിലുള്ള ചേസിസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കാര്യമായിട്ട് അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. മഹീന്ദ്രയുടെ തേർഡ് ജനറേഷൻ ചേസിസ് ആയിട്ടുള്ള ലാഡർ ഓൺ ഫ്രെയിം ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു വാഹനം റിയർ വീൽ ഡ്രൈവ് ആണെന്നും നമുക്കറിയാം. അപ്പോൾ തേർഡ് ജനറേഷൻ ചേസിസ് എന്ന് പറയുന്ന Z101 എന്ന് പറയുന്ന കോഡ് നെയിമിൽ വന്ന ആ ഒരു ചേസിസ് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ എഞ്ചിനും ചേസിസും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള SUV വാഹനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഞ്ചിൻ ഓപ്ഷനും അതുമാത്രമല്ല ചേസിസ്, ട്രാൻസ്മിഷൻ, ഈ കാര്യങ്ങളൊക്കെ സസ്പെൻഷനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കി തന്നെ വാങ്ങണം. അപ്പോൾ എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 ലിറ്റർ M സ്റ്റാലിയൻ പെട്രോളും അറിയാവുന്ന സുപരിചിതമായിട്ടുള്ള 2.2 ലിറ്റർ M ഹോക്ക് എഞ്ചിനും കൊടുത്തിട്ടുണ്ട്. അത് ഡീസലാണ്. അപ്പോൾ നമുക്ക് പെട്രോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിൽ പ്രധാനമായിട്ടും 203 bhp പവറും 370 Nm ടോർക്കുമുണ്ട്. അത് മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനിലാണ് പെട്രോൾ എഞ്ചിനിൽ 370 Nm ടോർക്ക് വരുന്നത്. 203 bhp ആണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ടോർക്ക് 380 ആയിട്ട് ഉയരുന്നുണ്ട്. ഇനി ഡീസലിലേക്ക് വരുമ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം, 2 ട്യൂണിങ്ങിൽ ഡീസൽ അവൈലബിൾ ആണ്. അതായത് 2.2 ലിറ്റർ M ഹോക്ക് എഞ്ചിനാണ്. അത് 2 ട്യൂണിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഹയർ എൻഡിലൊക്കെ ട്യൂണിങ്ങിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണ് വേണ്ടത് എന്നുള്ളത്. ഇപ്പം ആദ്യത്തെ ട്യൂണിംഗ് എന്ന് പറയുന്നത് 132 bhp പവറും 300 Nm ടോർക്കും ഉണ്ട്. രണ്ടാമത്തെ ട്യൂണിംഗ് എന്ന് പറയുന്നത് 175 bhp പവറും 370 Nm ടോർക്കുമാണ്. അതിപ്പോൾ ഹയർ എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ട്യൂണിങ്ങിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് മാനുവൽ ഗിയർ ബോക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഡീസൽ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ 400 Nm ടോർക്കായിട്ട് അത് ഉയരുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹീന്ദ്രയുടെ ഒരു 4 എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു 4 വീൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യം, ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്ന ഫങ്ഷണാലിറ്റിയിലാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സെറ്റപ്പും അവർ നിലനിർത്തിയിട്ടുണ്ട്. അതെന്തായാലും ഈ ഒരു വാഹനത്തിന് വേണം. കാരണം അത് മെക്കാനിക്കലി ഈ ഒരു വാഹനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഡീസൽ വേരിയൻറ്റിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിപ്പ്, സാപ്പ്, സൂം അങ്ങനെയുള്ള ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ എക്സ്പ്ലോർ എന്ന് പറയുന്ന 4 വീൽ സിസ്റ്റമുള്ള വാഹനത്തിൽ സ്നോ, മഡ്, റക്സ്, സാൻഡ് അങ്ങനെയുള്ള ഒരുപാട് ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. അത്തരം അത് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒരു വലിയൊരു പനോരമിക് സൺറൂഫ് വന്നു എന്നുള്ളതാണ്. പിന്നെ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് വന്നിട്ടുണ്ട്. അത് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്.
അപ്പോൾ നിലവിലുള്ള വാഹനത്തിലുള്ള അതേപോലെയുള്ള അലോയ് വീൽസാണ് ലോവർ വേരിയൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡയമണ്ട് കട്ട് 18 ഇഞ്ച് അലോയ് വീൽസ് വരുന്നത്. 18 ഇഞ്ച് തന്നെയാണ് ബാക്കിയുള്ള താഴെയുള്ള വേരിയൻറ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ പ്രധാനമായിട്ടും കാര്യമെന്ന് പറയുന്നത് ഈ അലോയ് വീൽസിൻ്റെ ഡിസൈൻ അത് മാറിയത് ടോപ്പ് എൻഡിൽ മാത്രമാണ്. 540 ഡിഗ്രിയുള്ള ക്യാമറ, അതായത് അത്രയും സറൗണ്ട് വ്യൂ കിട്ടത്തക്ക രീതിയിലുള്ള ക്യാമറ അവൈലബിൾ ആണ്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം 3 ഇഞ്ചിൻ്റെ ഫ്രീ ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. അത് നമുക്കതിന് മുമ്പുണ്ടായിരുന്നത് 8 ഇഞ്ച് ആയിരുന്നു. പിന്നെ 10.25 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൂടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 65 വാട്ടിൻ്റെ USB ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു വലിയ പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതൊക്കെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. 12 സ്പീക്കർ സോണി ഓഡിയോ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ ഡിമ്മിങ്, IRVM ഉണ്ട്. അതൊക്കെ ഹയർ വേരിയൻറ്റിലാണ് വരുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 6 സീറ്ററിലും 7 സീറ്ററിലും ആ ഒരു കോൺഫിഗറേഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ 2 വീൽ ഡ്രൈവ് ആണ്. അത് സെറ്റ് 2 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് 13,69,000 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പെട്രോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 2 വീൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സെറ്റ് 4 എന്ന് പറയുന്ന വേരിയൻറ്റിൽ നിന്നാണ്. അതിന് 17,16,000 രൂപയാണ്. അപ്പോൾ ഡീസലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റ് 2വിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഡീസൽ മാനുവൽ 2 വീൽ ഡ്രൈവ് വേരിയൻ്റ് ആണ്. അത് 14,19,000 ആണ്. ഇനി ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സെറ്റ് 4 എന്ന് പറയുന്ന വേരിയൻറ്റിലാണ്. അത് 2 വീൽ ഡ്രൈവ് ആണ്. 17,68,000 രൂപയാണ്. 2 വീൽ ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് സെറ്റ് 4 ആണ്. അതിന് 17,68,000 രൂപയാണ്. ഇനി ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ 4 വീൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റ് 4ൽ തന്നെയാണ്. ശരിക്കും സെറ്റ് 4, സെറ്റ് 8T, സെറ്റ് 8L അഡാസ് 7 സീറ്റർ ആ ഒരു 3 വേരിയൻറ്റിൽ മാത്രമാണ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ 4 വീല് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സെറ്റ് 4 സ്റ്റാർട്ട് ചെയ്യുന്നത് 18 ലക്ഷം രൂപയ്ക്കാണ്. ഇനി ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ടോപ്പ് എൻഡ്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. ഡീസൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് സെറ്റ് 8L അഡാസ് വിത്ത് 7 സീറ്റർ വേർഷനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇതൊരു 4 വീൽ വേർഷൻ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 25,49,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ മെക്കാനിക്കൽ സൈഡ് അല്ലെങ്കിൽ എൻജിൻ, ട്രാൻസ്മിഷൻ, സസ്പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യപ്രസക്തമായിട്ടുള്ള ചേഞ്ചുകൾ, അതിൻ്റെ സേഫ്റ്റി സൈഡിൽ കാര്യപ്രസക്തമായിട്ടുള്ള ചേഞ്ചുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പരിഗണിക്കാവുന്നതാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ഫാൻസി ഫീച്ചേഴ്സൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ പ്രധാനമായിട്ടും സേഫ്റ്റി, മെക്കാനിക്കൽ അല്ലെങ്കിൽ സസ്പെൻഷൻ സൈഡിലുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ എഞ്ചിനിലും ട്രാൻസ്മിഷനിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.